السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വലിയ സന്തോഷത്തോടുകൂടെ സത്യം സ്ഥാപിക്കപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം അല്ലാഹു തആല ഒരുക്കി കൊടുത്തതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബദർ എന്ന ചരിത്രഭൂമി വിടുകയാണ്. മദീനയിലേക്ക് അവർ പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ അവരെത്തുന്നതിന് മുമ്പേ ഈ ഗുഡ് ന്യൂസുമായി മദീനയിലേക്ക് എത്താൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരെ നിയോഗിച്ചു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ഉയർന്ന പ്രദേശങ്ങളിലുള്ളവരിലേക്കും സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളിലേക്കും സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞയച്ചു. അതായത് നബിതങ്ങളും സഹാബത്തും മദീനയിലേക്ക് എത്തുമ്പോഴേക്ക് ഈ ബദറിലുണ്ടായ ഈ സന്തോഷത്തിന്റെ ആഘോഷം അവിടെ പൊടിപൊടിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അത് അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ കൂടെയുള്ള സഹാബികളും എത്തുന്നതിന് മുമ്പേ അവരവിടെ എത്തി മദീനയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയും അവരൊക്കെ വലിയ സന്തോഷത്തിലും ആവേശത്തിലും ആയിത്തീരുകയും ചെയ്തു. അങ്ങനെ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ മടങ്ങി വരുമ്പോൾ സമരാർജിത സമ്പത്തും അതോടൊപ്പം തന്നെ തടവുപുള്ളികളാക്കി പിടിച്ച 70 പേരും റസൂലുള്ളാഹിയുടെയും സഹാബത്തിന്റെയും കൂടെയുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങൾ ആ സമരാർജിത സമ്പത്തിന്റെ വിഷയത്തിൽ സഹാബത്തിന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതായത് ചിലർ പറഞ്ഞു ഈ സമരാർജിത സമ്പത്ത് അത് യുദ്ധക്കളത്തിൽ വെച്ച് ഒരുമിച്ച് കൂട്ടിയവർക്കുള്ളതാണ്, അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ചിലർ പറഞ്ഞു. യുദ്ധം ചെയ്തവർ പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്ത് ശത്രുക്കൾ ഓടിയില്ലായിരുന്നെങ്കിൽ ഈ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനൊന്നും നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന്. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്തുമില്ല, ഒരുമിച്ച് കൂട്ടിയിട്ടുമില്ലാത്ത പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ചില ആളുകളുണ്ടല്ലോ. അപ്പൊ വളണ്ടിയർമാരൊക്കെ നമുക്കറിയാമല്ലോ, ഒരു സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ ഒരു രംഗവും കാണാൻ സാധിക്കാതെ ഈ സമ്മേളനം സുഗമമായി നടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ക്രമീകരണങ്ങളും ഏർപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ സമ്മേളനത്തിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ പണിക്കാളെ കിട്ടുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനും അതേപോലെ തന്നെ പരിസരങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഭീഷണികൾ ഇല്ലാതാക്കാനും ഒക്കെയുള്ള സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റസൂലുള്ളാഹി ഏൽപ്പിച്ചിരുന്ന സഹാബികളുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ യുദ്ധത്തിൽ വന്നില്ലെങ്കിലും അത് ഒരുമിച്ച് കൂട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഈ സൈന്യത്തിന് ഇത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതിൽ നിങ്ങളെപ്പോലെ പങ്കാളിത്തമുണ്ടാവാൻ അർഹതയുണ്ട് എന്ന് സഹാബികൾ അവരും പറഞ്ഞു. അപ്പൊ ഈ സഹാബത്തിന്റെ ഇടയിലുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ അവരുടെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ മാത്രം, സീരിയസ് ആയ ഒരു ചർച്ചയായിട്ട് കാണേണ്ടതില്ല. അപ്പൊ അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് ഖുർആനിൽ ആയത്തിറക്കി യസ്അലൂനക അനിൽ അംഫാൽ, സമരാർജിത സമ്പത്തിനെ സംബന്ധിച്ച് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് നബിയെ തങ്ങളോട് അവർ ചോദിക്കും. ഖുലിൽ അംഫാലു ലില്ലാഹി വർ റസൂൽ, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അല്ലാഹുവും റസൂലും ആണെന്ന് തങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾക്കിടയിൽ രത്നിപ്പിന്റെയും യോജിപ്പിന്റെയും രീതി നിലനിർത്തുകയും വേണം. ഇതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു സൗന്ദര്യപ്പണക്കമോ പരസ്പരം ഒരു വെറുപ്പിന്റെ രീതിയോ ഉണ്ടാകാൻ പാടില്ല. വാതിഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഈ സഹാബത്തിനെ ഗുണദോഷിച്ചുകൊണ്ട് ആയത്തിറക്കി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ സൂക്തമായി തന്നെ ഇത് രേഖപ്പെടുത്തുകയുണ്ടായി. അല്ലാഹുവും റസൂലുമാണ് ഈ സമരാർജിത സ്വത്ത് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് അതിനിടയിൽ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു അൺവാണ്ടഡ് ടോക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ അത് നിങ്ങൾ നടത്തിയത് തന്നെ ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് ഇനി അത്തരം ചർച്ചകൾ ഉണ്ടാകരുത്, സ്റ്റോപ്പ് ചെയ്യണമെന്ന ആശയം കൂടെ ഇതിലുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബത്തിന്റെ ഇടയിൽ അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതിൽ പ്രത്യേകമായ കാരണങ്ങളുള്ള ആളുകൾ അവരെ കൂടി ഒരുമിച്ച് കൂട്ടി അവർക്കിടയിൽ അല്ലാഹുവിന്റെ റസൂല് ആ സമരാർജിത സമ്പത്ത് ഓഹരി ചെയ്യുകയുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ റൗഹാ എന്ന സ്ഥലത്തെത്തിയപ്പോ വിശ്വാസികൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അപ്രദേശത്തുള്ള വിശ്വാസികളൊക്കെ ഒരുമിച്ചുകൂടി നബിതങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചു.
അങ്ങനെ അവര് അവിടെ കൂടിയിട്ട് റസൂലുള്ളാഹിക്കും സഹാബത്തിനൊരു സ്വീകരണം കൊടുത്തു എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് മദീനയിലേക്ക് റസൂലുള്ളാഹിയും സഹാബത്തും പ്രവേശിക്കുമ്പോൾ കുട്ടികൾ പാട്ടുപാടി ദഫ്മുട്ടി പാട്ടുപാടിക്കൊണ്ട് ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാദഅ ലില്ലാഹി ദാഇ എന്ന പാട്ടും പാടിക്കൊണ്ട് റസൂലുള്ളാഹിയും സഹാബത്തിനെയും അങ്ങനെ സ്വീകരിച്ചു കൊണ്ടുപോയി. എതിരേറ്റ് കൊണ്ടുപോവാന്ന് പറയില്ലേ, അതിന്റെ ഒരു അടിസ്ഥാനം അങ്ങനെയാണ്. സാലിഹ്യങ്ങൾ, ഉലമാക്കൾ, നേതാക്കന്മാരൊക്കെ വരുമ്പോ ചിലപ്പോ ത്വലഅൽ ബദ്റു പാടി നമ്മുടെ ആളുകൾ ഇങ്ങനെ അവരെ ബഹുമാനിച്ച് ആനയിച്ചു കൊണ്ടുപോകില്ലേ, അങ്ങനെ ആനയിച്ച് സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകുമ്പോ ത്വലഅൽ ബദ്റു പാടി ദഫ്മുട്ടി പാട്ടുപാടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് ഈ ആളുകളെയും കൊണ്ട് എത്തുമ്പോ സ്വാഭാവികമായിട്ടും വളരെ സന്തോഷകരമായ സാഹചര്യമാണ് അവിടെ മുസ്ലിമീങ്ങൾക്കുണ്ടാവുന്നത്. എന്നാൽ ഈ യുദ്ധത്തടവുകാരാക്കി പിടിച്ചവരുടെ കൂട്ടത്തിൽ ചില സംഗതികളൊക്കെ ഇടയിൽ വെച്ച് തന്നെ നടന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. തടവുപുള്ളികളാക്കി പിടിച്ച കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഉഖബത്തു ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന ആൾ. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടുത്ത വിമർശകരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരമാവധി ദ്രോഹിക്കാൻ ആവുന്നത് എന്തൊക്കെയാണോ അതൊക്കെ മക്കയിൽ നിന്ന് ചെയ്തിട്ടുള്ള ശത്രുതയുടെ അങ്ങേയറ്റത്തെ ആൾരൂപങ്ങളായിട്ടുള്ള വികൃതമായ സ്വഭാവമുള്ള ആളുകളാണ്. വഴിയിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊന്നുകളയാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി എന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ നദറിനെ സഫ്രായിലും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിനെ അറഖുൽ നബിയ എന്ന് പറയുന്ന സ്ഥലത്തും വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. കാരണം അവർ രണ്ടുപേരും ചരിത്രം പറയുന്നുണ്ട് കാന ഹാദാനി റജുലാനി മിൻ ശരി ഇബാദില്ലാഹി വഅക്സരിഹിം കുഫ്റൻ വഇനാദൻ വബഗ്യൻ വഹസദൻ വഹിദാഅൻ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. വിശ്വാസി സമൂഹത്തിനും അതേപോലെ തന്നെ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും തല്ലിപ്പൊളികളായിരുന്നു. അവിശ്വാസത്തിൽ ഏറ്റവും വർധനവുള്ള മാത്സര്യബുദ്ധിയുടെ ആശാന്മാരായിട്ടുള്ള അതിക്രമത്തിന്റെയും അസൂയയുടെയും കുശുമ്പിന്റെയും ഒക്കെ സ്വഭാവം സ്വീകരിച്ചിരുന്ന ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അങ്ങേയറ്റം ബത്സിച്ച് സംസാരിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് അവരെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്, ആ മദീന എന്ന പുണ്യഭൂമിയിലേക്ക് എത്തിക്കാൻ പോലും അവരെ നിർത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതോടൊപ്പം ബാക്കിയുള്ള ഈ യുദ്ധത്തടവുകാരായി പിടിച്ച ആളുകളുണ്ടല്ലോ, ആ ആളുകളെ മദീനയിലേക്ക് എത്തുന്ന സമയത്ത് സഹാബത്തിന്റെ ഇടയിൽ റസൂലുള്ളാഹി നിങ്ങൾ ഓരോരുത്തരും ഇവരെ കാര്യങ്ങൾ നോക്കണം, ഇവരെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണം, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളൊക്കെ മാനുഷികമായ നന്മകളൊക്കെ ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ട പ്രാഥമിക സൌകര്യങ്ങൾ വേണം, അവർ യുദ്ധത്തടവുകാരാണെന്ന് വെച്ച് അവരെ പീഡിപ്പിക്കുന്ന രീതി സ്വീകരിക്കരുത്. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അങ്ങനെ യുദ്ധത്തടവുകാരാക്കിയിട്ട് ശത്രുപക്ഷത്ത് വന്നവരാണെങ്കിലും മാനുഷിക പരിഗണനകൾ കൊടുത്തുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മഹാന്മാരായ സഹാബികൾ അവരെക്കാളും അവരുടെ ആവശ്യത്തെക്കാളും ഇവരുടെ ആവശ്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുകയും ഭക്ഷണം ഇവർക്ക് കൊടുത്തതിന് ശേഷമേ അവര് കഴിക്കൂ. ഒരു അതിഥികളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവരെ സൽക്കരിക്കുന്ന രീതി സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. എത്രത്തോളം വെച്ചാൽ അബു അസീസ് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ പതാകവാഹകരുള്ള ഒരാളായിരുന്ന അയാൾ പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായിരുന്നു അബു അസീസ്. അദ്ദേഹം ശത്രുപക്ഷത്ത് അവരുടെ പതാകവാഹകനായി വന്ന ആളായിരുന്നു. അദ്ദേഹം പറയാണ് കുന്തു ഫീ റഹത്തിൻ മിനൽ അൻസാർ, ഞാൻ മദീനക്കാരായിട്ടുള്ള ഒരു സംഘം സഹാബികളുടെ സംരക്ഷണത്തിന് കീഴിലായിരുന്നു, അവരുടെ മേൽനോട്ടത്തിന് കീഴിലായിരുന്നു ഞാൻ. അങ്ങനെ ഫക്കാനു ഇദാ ഖദിമു ഗദാഅഹും വഅശാഅഹും ഖസ്സൗനി ബിൽ ഖുബ്സി വഅക്കലു തംറ ലിവസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാഹും ബിനാ. നോക്കൂ, ഇബ്നു ഹിശാം തന്റെ സീറയിൽ രേഖപ്പെടുത്തുകയാണ്, അവര് ആ മദീനക്കാരായിട്ടുള്ള സഹാബികൾ ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ അത് പ്രാതലാവട്ടെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണമാവട്ടെ, ഏത് ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണത്തിലുള്ള റൊട്ടി അവരെനിക്ക് നൽകും. എന്നിട്ട് ഭക്ഷണം കുറവാണെങ്കിൽ അവർ വെറും ഈത്തപ്പഴം മാത്രം കഴിക്കും. എന്നിട്ട് ഉള്ള ഭക്ഷണം എന്നെ ഊട്ടുന്ന രീതി സ്വീകരിച്ചു അവർ. കാരണം ഈ വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാഹും ബിനാ, തടവുപുള്ളികളാക്കി പിടിച്ച ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും അവർക്ക് ഖൈറ് ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും അള്ളാന്റെ റസൂൽ ഞങ്ങളോട് മുസ്ലിമീങ്ങളോട് വസിയ്യത്ത് ചെയ്തതിന്റെ പേരിലാണ് അവരവ്വിധത്തിൽ ഞങ്ങളെ പരിഗണിച്ചത് എന്ന്. ആ കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന അദ്ദേഹവും ഈ തടവുപുള്ളികളാക്കി പിടിച്ച കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ദഅനി, തങ്ങളെ എന്നെ വിട്ടുതരണം, എന്നെ വിട്ടുതരികയാണെങ്കിൽ
പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആള് ആ യുദ്ധത്തടവുകാരാക്കി പിടിച്ച കൂട്ടത്തിലുള്ള ആളാണ്. മക്കത്തെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഈ പിന്നെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കൂടി ഇവരുടെയൊക്കെ പ്രതിനിധിയായി ചർച്ചകൾക്ക് വേണ്ടിയൊക്കെ പോകുന്ന ഒരു ഡെമോക്രാറ്റിക് സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സുഹൈൽ ഇബ്നു അംർ അദ്ദേഹത്തെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇവനെ തങ്ങൾ എനിക്കിങ്ങ് വിട്ടുതരണം, അവന്റെ നാവ് ഞാനിങ്ങ് പിന്നെ എടുക്കട്ടെ, എന്നാൽ അവൻ ഇനി തങ്ങളെ ആ നാവ് കൊണ്ട് അവൻ ആക്ഷേപിക്കുന്ന വിഷലിപ്തമായ വാക്കുകൾ പറയില്ലല്ലോ, അതുകൊണ്ട് തങ്ങൾക്കെതിരെ അവൻ ഇനി പ്രസംഗിക്കില്ലല്ലോ. കാരണം അദ്ദേഹം നല്ല പ്രഭാഷകനാണ്. അതുകൊണ്ട് തങ്ങൾക്കെതിരെ അവൻ തങ്ങളെ ബത്സിച്ചുകൊണ്ട് അവൻ പ്രസംഗിക്കില്ലല്ലോ, അതുകൊണ്ട് തങ്ങൾ എനിക്ക് സമ്മതം തരണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ഒരിക്കലും അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ വികൃതമാക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നടത്തി ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരീരം വികൃതമാക്കുന്ന സ്വഭാവങ്ങൾ അത് നമ്മൾ ഒരിക്കലും തന്നെ ശത്രുക്കളോട് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു നിങ്ങൾ പറയുകയും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ അത് നമുക്കും അല്ലാഹു തആല തിരിച്ചടി നൽകാൻ കാരണമാവുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇന്നഹു അസാ അൻ യഖൂമ മഖാമൻ ലാ തസുമ്മഹു. ഉമറേ, നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാത്ത ഒരു സ്ഥാനത്ത് അദ്ദേഹത്തെ ഒരു പക്ഷെ അള്ളാഹു എത്തിച്ചേക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. ആ സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം തന്റെ സീറയിൽ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ ആ പറഞ്ഞ വാക്ക് അത് പുലരുകയായിരുന്നു. എപ്പോൾ സുഹൈൽ എന്ന് പറയുന്ന ഈ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആള് അന്ന് ശത്രുപക്ഷത്ത് മുസ്ലിങ്ങളോട് പോരാടാൻ വന്ന ആളാണെങ്കിലും പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം മദീനയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകളെ സാന്ത്വനിപ്പിച്ചും ആശ്വസിപ്പിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളണമെന്ന് വളരെ കൃത്യമായ വിധത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് മദീനയിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ അടക്കിയതുപോലെ മക്കയിൽ വെച്ച് ഈ സുഹൈൽ ഇബ്നു അംർ എന്ന റളിയല്ലാഹു അൻഹു ആണ് മക്കയിൽ അന്ന് പ്രഭാഷണം നടത്തിയത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഈ വാക്കിന്റെ പുലർച്ചയായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം തന്റെ സീറയിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അവിടെ മദീനയിലെത്തി. ഈ തടവുപുള്ളികളും കൂടെയുണ്ട്. ഇനി ഈ തടവുപുള്ളികൾ എന്തു ചെയ്യണം എന്ന സംബന്ധമായി മുസ്ലിങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു മുശാവറ നടത്തി. ആ മുശാവറ നടത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, നബിയെ, നമ്മൾ അവർക്ക് മാപ്പ് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തങ്ങൾ വാങ്ങി പിന്നെ ജാമ്യത്തുക വാങ്ങി നമുക്ക് അവർ വിട്ടയക്കാം. കാരണം അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മനസ്സാന്തരമുണ്ടായി സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതായിരിക്കുമല്ലോ നമുക്കും സന്തോഷമുണ്ടാവുക. അതുകൊണ്ട് അവരെ നമുക്ക് ജാമ്യത്തുക വാങ്ങി വിട്ടയക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരെ നമ്മൾ ഇപ്പോൾ വിട്ടയച്ചാൽ ഒരു പക്ഷെ അടുത്തൊരു സൈനിക നീക്കവുമായി നമുക്ക് നേരെ അതിശക്തമായ പ്രഹരശേഷിയോടുകൂടി അവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സേഫ്റ്റിക്ക് ഇവരെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ അഭിപ്രായം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായത്തെയും പ്രശംസിക്കുകയും രണ്ടും അതിന്റേതായ അർത്ഥത്തിൽ ശരിയാണ്, രണ്ടിനും മെറിറ്റ് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം രണ്ടും കൂടെ നടപ്പാക്കാൻ കഴിയില്ലല്ലോ, അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പലരെയും പിന്നെ ജാമ്യത്തുക വാങ്ങിയും ചിലരെയൊക്കെ ജാമ്യത്തുക ഇല്ലാത്ത വിധത്തിൽ തന്നെയും വിട്ടയച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ജാമ്യസംഖ്യ വാങ്ങിയത് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് എന്നുകൂടി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ബാസ് എന്നവര് അന്ന് സത്യത്തിൽ നിബിതകളോട് യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, അബൂജഹലിന്റെ തെറി മേടിച്ച് അവരുടെ കൂടെ ശത്രുപക്ഷത്ത് യുദ്ധത്തിന് വന്നാളാണ് അബ്ബാസ് എന്നവര്. അപ്പൊ അബ്ബാസ് എന്നവര് വഴി വരുന്ന സമയത്ത് നേരത്തെ തന്നെ തന്റെ ഭാര്യയായ ഉമ്മു ജമീലിനോട് പറഞ്ഞിരുന്നു, എന്താണ്, കുറെ സ്വർണം ഭാര്യയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഇത് നീയും നിനക്കും നിന്റെ മക്കൾക്കും, ഞാൻ അഥവാ കൊല്ലപ്പെടുകയാണെങ്കിൽ നിനക്കും നിന്റെ മക്കൾക്കും ഇത് ജീവിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കണം, ഇത് പുറത്താരോടും പറയേണ്ടതില്ല എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പിന്നെ ഭാര്യയോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോന്ന അബ്ബാസ് എന്നവര് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറഞ്ഞു, എന്റെ അടുത്ത് ഇപ്പൊ നിനക്ക് പിന്നെ ജാമ്യം തരാണ്ട് കാശൊന്നുമില്ലല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് എന്റെ അടുത്ത് കാശൊന്നുമില്ലല്ലോ,
അതുകൊണ്ട് ഞാൻ നിന്റെ പിതൃകനല്ലേ, അപ്പൊ ആ നിലക്ക് എന്നെ അങ്ങ് വിട്ടയച്ചൂടെ എന്ന് അബ്ബാസ് എന്നവർ നബിതങ്ങളോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് എളാപ്പാനോട് ചോദിച്ചു, അല്ല എളാപ്പ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇളയമാന്റെ അടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ടുള്ള ആ സംഖ്യ ഉണ്ടല്ലോ, അത് പിന്നെന്താ ചെയ്യാ? ഇത് ചോദിച്ചോടുകൂടെ അബ്ബാസ് എന്നവർ പറഞ്ഞു, ഈ വിവരം എന്തായാലും മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളത് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവർ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ രാജവീതിയിലേക്കുള്ള കടന്നുവരവിന് കൂടി അത് കാരണമാവുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പലരെയും, ജാമ്യത്തുക കൊടുക്കാനില്ലാത്ത പലരെയും, അക്ഷരാഭ്യാസം ഉള്ളവരാണെങ്കിൽ മദീനയിലെ കുട്ടികൾക്ക് 10 വീതം കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകി വിട്ടയക്കുന്ന രീതിയൊക്കെ സ്വീകരിച്ചു. ചിലരെയൊക്കെ ജാമ്യത്തുകയില്ല, എന്നാലേ കൊടുക്കാനുള്ള സംവിധാനമില്ല എന്ന ഘട്ടം വരുമ്പോൾ പല പരിഗണനകളും വെച്ച് സഹാബത്തിനോട് കൂടി കൂടിയാലോചന നടത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒന്നും വാങ്ങാതെയും വിട്ടയച്ചതുണ്ട്. ഏതായാലും ചരിത്രം അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന ഏറ്റവും രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വീണ്ടും കാണാം. തൽക്കാലം ഏതായാലും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഈ ചർച്ച. ബദർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വകാര്യ അഭിമാനമായി, അവരുടെ ഒരു സ്വകാര്യ സന്തോഷമായി എല്ലാ കാലത്തും വിശ്വാസികൾ നെഞ്ചേറ്റിയ ചരിത്രമാണ്. അതിന്റെ കാരണം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തൃണവൽഗണിച്ച് അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായി വന്ന മഹാന്മാരായ സഹാബത്തിന്റെ അർപ്പണബോധത്തിന് വിശ്വാസി സമൂഹം നൽകുന്ന 100 മേനി വിളയുന്ന മാർക്കിന്റെ സ്വഭാവമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ആ ബദരീങ്ങൾക്ക് അള്ളാഹു വലിയ പ്രത്യേകതകൾ നൽകി. അവരെ അള്ളാഹു തആല വല്ലാതെ ആദരിച്ചു. അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ പോലും അത് അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്ന അർത്ഥത്തിൽ തന്നെ, തെറ്റ് ഹലാലായിട്ടല്ല, ബദരീങ്ങളും തെറ്റിയതാ ഹറാമന്നെ, ഹറാം ചെയ്ത ഹറാമന്നെ, പക്ഷെ ആ ഹറാം അള്ളാഹു തആല പുറത്തു കൊടുത്ത് ആത്യന്തികമായി അവരെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കാത്ത രീതി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു തആല അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന സ്വഭാവം അത് അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ബദരീങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോ സഹാബിക്കും ബദറിൽ പങ്കെടുക്കാത്തവർക്കുള്ളതിനേക്കാൾ വലിയ പവറും ബദരീങ്ങൾ വരുമ്പോൾ അവർക്ക് സദസ്സിലൊക്കെ പ്രത്യേക പരിഗണനയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്നും അതേപോലെ തന്നെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്തവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമൊക്കെ അവരുടെ മഹത്വം പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹം ഇന്നും അവരുടെ നാമങ്ങൾ സന്തോഷത്തോടുകൂടെ ഉരുവിട്ട് അതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ആവശ്യ നിർവഹണത്തിനുള്ള സംവിധാനങ്ങൾ പോലും ഉണ്ടാക്കുന്ന രീതി സ്വീകരിക്കുന്നത് അള്ളാഹു അവർക്ക് നൽകിയ വലിയ ആദരവിന്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാം. അവരോടുള്ള ആദരവ് നിലനിർത്തി അവരുടെ അസ്മാവുകൾ ചൊല്ലി അവരുടെ മാതൃകകൾ ജീവിതത്തിൽ പകർത്തി ഒരു നല്ല മുസ്ലിം ആവാൻ ആവശ്യമായ ഒരു മുസ്ലിമിന്റെ സ്വഭാവം കൃത്യമായിട്ട് ജീവിതത്തിൽ പുലർത്തുന്ന ശൈലി സ്വീകരിക്കാൻ അർപ്പണബോധത്തോടുകൂടെ നല്ല ക്ഷമാശീലരായി അള്ളാഹുവിലും അവന്റെ റസൂലിലുമുള്ള കറകളഞ്ഞ മഹബത്ത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് വിശ്വാസിയുടെ ശരിയായ ചൂടും ചൂരും നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് ഈ ചരിത്രം വല്ലാത്ത പ്രചോദനം നൽകേണ്ടതാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്തുകൊണ്ട് മുത്തുനബിന്റെ മറ്റു സഹാബിമാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരട്ടെ. ബദരീങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതൊക്കെ അള്ളാഹു തആല നമുക്കൊരു സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ബദരീങ്ങളുടെ മദദും സഹായവും അള്ളാഹു നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ കാണിച്ചു തന്ന മഹിതമായ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി സാംശീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർക്കത്തുണ്ട് അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.